Welcome to Karki's Stories. പ്രിയ പ്രണയിനി ഭാഗം 6. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മുറിക്കകത്തേക്ക് കയറിയ ദേവൻ വാതിലടച്ച ശേഷം കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് താടി തടവി. സ്വന്തം പ്രതിബിംബത്തെ നോക്കി കണ്ണൊന്നിറുക്കി ചിരിച്ചിട്ട് ഒരു മൂളിപ്പാട്ടോടെ അവൻ കട്ടിലേക്ക് മലർന്നടിച്ചു വീണു. കൈകൾ തലയ്ക്കു പിന്നിൽ കെട്ടി കാലിന്മേൽ കാലും കയറ്റിവെച്ച് കിടന്നുകൊണ്ട് അവൻ ഗൗരിയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണ്! ചെറുതിലെ തന്നെ എന്ത് കാര്യത്തിനും ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം. നീലുവും വൈശാഖിയുമൊക്കെ എന്തിനും ചാടി പുറപ്പെടുമ്പോ ഉണ്ട കണ്ണുകളും മിഴിച്ച് പേടിയോടെ നിൽക്കുന്ന ഒരു കൊച്ചു പാവാടക്കാരിയുടെ രൂപം ഇന്നും ഉള്ളിലുണ്ട്. അരുണും വിഷ്ണുവുമൊക്കെ ആ പേടി കണ്ട് കളിയാക്കുമ്പോ ആശ്രയത്തിനെന്നോണം അവളുടെ ഒരു നോട്ടമുണ്ട്. ഓർത്തപ്പോൾ ദേവന് ചിരി വന്നു. പാന്റിന്റെ പോക്കറ്റിൽ കൈയിട്ട് പേഴ്സ് പുറത്തേക്കെടുത്തിട്ട് അതിന്റെ അറയിൽ നിന്നും അവനൊരു ഫോട്ടോ വലിച്ചെടുത്തു. 8-ലോ 9-ലോ പഠിക്കുമ്പോഴുള്ള ശ്രീഗൗരിയുടെ ഫോട്ടോ ആയിരുന്നു അത്. ഇരുവശത്തേക്കും മുടി പിന്നിക്കെട്ടി പൊട്ടിനു മേലെ ചന്ദനക്കുറിയും തൊട്ട് ചിരിച്ചുകൊണ്ടുള്ള നിൽപ്പ്. ആ ഫോട്ടോയിലെ കുഞ്ഞിക്കവിളിൽ അവൻ വിരലുകൊണ്ട് കിള്ളി വലിക്കാൻ ശ്രമിച്ചു. നീലുവിന്റെ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ ചൂണ്ടി അതിൽ നിന്നും വെട്ടിയെടുത്തതായിരുന്നു അത്. ആ ഫോട്ടോ കാണാതായതോടെ അന്ന് നീലു ഉണ്ടാക്കിയ പുകിൽ ഓർമ്മ വന്നപ്പോ അവന്റെ ചിരിക്ക് ഒന്നുകൂടി നിറം വെച്ചു. ആ ഫോട്ടോയിൽ ഒന്ന് ചുണ്ടമർത്തി അത് തിരികെ പേഴ്സിലേക്ക് വെച്ചിട്ട് അവൻ എഴുന്നേറ്റ് തെക്ക് വശത്തെ ജനൽ തുറന്നു. ആര്യേകത്തെ പറമ്പിലെ കാഴ്ച പകുതിയോളം അവിടുത്തെ കാവ് മറച്ചിട്ടുണ്ടെങ്കിലും വീടിന്റെ മുൻവശവും അതിനോട് ചേർന്ന മുറിയിൽ കത്തി നിൽക്കുന്ന വെളിച്ചവും കാണാം. അമ്മമ്മ സ്ഥിരമായിരിക്കുന്ന സ്റ്റൂൾ ആ വരാന്തയിൽ കിടപ്പുണ്ട്. വരാന്തയിൽ നിന്നുമുള്ള വെളിച്ചം വീണ് കിടക്കുന്ന മുറ്റത്തെ ചെടികളും ആ ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും അവിടന്നപ്പുറത്തേക്ക് ഇരുട്ട് വിഴുങ്ങിയ കാവും. ജനലഴികളിൽ പിടിച്ചും കൊണ്ട് അവൻ ആ കാഴ്ചകളും നോക്കി നിന്നു. വയസ്സറിയിക്കുന്നതിനും എത്രയോ മുന്നേ അവളെ മനസ്സിലേറ്റിയതാണെന്ന് ഇപ്പോൾ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞാലോ? അവന്റെ കണ്ണുകൾ മേശപ്പുറത്തിരിക്കുന്ന മൊബൈലിലേക്ക് തിരിഞ്ഞു. വേണ്ട, നേരം വെളുക്കട്ടെ. കുട്ടി കൊറ്റങ്കാവിലമ്മയെ തൊഴുതു വരുന്ന വഴിക്ക് ഐശ്വര്യമായിട്ട് നേരിട്ട് തന്നെ പറയാം. കേട്ട് കഴിയുമ്പോൾ പേടിച്ച് തലകറങ്ങി വീഴുവോ ആവോ? ഊറി വന്ന ചിരിയോടെ അവൻ തോർത്തും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ഈ ആദ്യരാത്രിയെ കുറിച്ച് അനന്തേട്ടന്റെ അഭിപ്രായം എന്താ? ഓഫീസിലുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കൂടാതെ വാടക വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരെയും വിളിച്ചു നടത്തിയ ചെറിയൊരു പാർട്ടി കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു അനന്തനും വൈശാഖിയും. കാറിന്റെ വേഗത കുറച്ച അവൻ മുഖം ചരിച്ച് അവളെ നോക്കി. മുടിയെടുത്ത് മുന്നിലേക്കിട്ട് അതിൽ ചൂടിയിരുന്ന മുല്ലപ്പൂവിന്റെ ഗന്ധം ആസ്വദിക്കുകയായിരുന്നു അവൾ. അരികുകളിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ചിത്രപ്പണികൾ ചെയ്ത ഇളം മഞ്ച ലഹങ്കയിൽ അവൾ ഏറെ മനോഹരിയായിരുന്നു. ഓടി മറയുന്ന വഴിവിളക്കുകളിൽ നിന്നും വീണുപോയിക്കൊണ്ടിരുന്ന വെളിച്ചത്തിൽ അവളുടെ മുഖത്തെ ഭാവം അവന് പിടികിട്ടിയില്ല. എന്താ മിണ്ടാതിരിക്കുന്നേ? അഭിപ്രായമില്ലേ? മുഖമുയർത്തി നോക്കിയ അവളുടെ കണ്ണുകളിലെ കുസൃതി കണ്ടതും അവൻ തലയിളക്കി. പിന്നെ ഉണ്ട്, കൊള്ളാവുന്നൊരു പെണ്ണിനെ കെട്ടി നല്ലൊരു ആദ്യ രാത്രി ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, ഇപ്പൊ നല്ലൊരു പെണ്ണിനെ തന്നെയല്ലേ കെട്ടിയിരിക്കുന്നേ, ഇനി അങ്ങ് ആഘോഷിച്ചാ പോരെ എന്ന പോലെ അവൾ അവനെ നോക്കി. അവൻ ചെറിയൊന്നു ഉയർത്തിയിട്ട് കാറിന്റെ വേഗത കൂട്ടി. മുഖം വീർപ്പിച്ചും കൊണ്ട് അവൾ മുടിയിൽ നിന്ന് അടർത്തിയെടുത്ത മുല്ലപ്പൂകൾ കൊണ്ട് അവനെ എറിഞ്ഞിട്ട് പുറത്തേക്ക് നോട്ടം മാറ്റി. രാത്രി വാഷ്റൂമിൽ നിന്നും ഫ്രഷായി പുറത്തേക്കിറങ്ങിയ അനന്തൻ മുന്നിലെ കാഴ്ച കണ്ട് കണ്ണും തള്ളി നിന്നു. മുട്ടോളം മാത്രം ഇറക്കമുള്ള ഒരു പിങ്ക് കളർ സ്ലീവ്ലെസ് നൈറ്റിയും ഇട്ട് കയ്യിലിരിക്കുന്ന മുല്ലപ്പൂമാലയിൽ നിന്നും മുല്ലപ്പൂക്കൾ പൊട്ടിച്ച് കിടക്കയിൽ വിതറുകയാണ് വൈശാഖി. എന്താ നിന്റെ ഉദ്ദേശം? അവനെ കണ്ടതും അവൾ നഖം കടിച്ച് ചരിഞ്ഞു നിന്നിട്ട് ഇടം കണ്ടിട്ട് നോക്കി. ദുരുദ്ദേശം തന്നെ. തിരിച്ചൊന്നും പറയാതെ അലമാര തുറന്ന് പുതിയൊരു പുതപ്പും എടുത്തുകൊണ്ട് അവൻ വാതിലിന് നേരെ നടന്നു. ഇതെങ്ങോട്ടാ? വാതിലിനടുത്തെത്തി അവൻ തിരിഞ്ഞു നിന്നു. തൽക്കാലം നീ ഇവിടെ ഒറ്റക്ക് കിടന്ന് ദുരുദ്ദേശം അങ്ങ് നടന്ന്, ഞാനേ അപ്പുറത്തെ മുറി കിടന്നോളാം. അയ്യോ, എനിക്ക് പേടിയാ, ഞാൻ കരഞ്ഞ് ബഹളം വെക്കും. അവൻ മുഖം ചൊളിച്ചു നോക്കി. തല കുലുക്കി ഉറപ്പിച്ചും കൊണ്ട് അവൾ കട്ടിലേക്കിരുന്നു. സത്യമായിട്ട് ഞാൻ കരയും, ബാ. വീതി കുറഞ്ഞ കട്ടിലിന്റെ പാതി വശത്തേക്ക് ഒതുങ്ങിയിട്ട് അങ്ങേ വശത്ത് അവൾ കൈകൊണ്ടൊന്ന് തട്ടി. ഇവിടെ കിടന്നു, ഞാനൊരു ശല്യം ഉണ്ടാക്കില്ല. അവൻ മടിച്ചു നിൽക്കുന്നത് കണ്ടതോടെ അവൾ ഒന്നുകൂടി ഒതുങ്ങി കട്ടിലിന്റെ ഓരം ചേർന്ന്
അനങ്ങിയാൽ താഴെ വീഴുമെന്ന മട്ടിൽ കിടന്നു. വന്ന അനന്തേട്ട പേടിയായിട്ടല്ലേ? അവളുടെ ദൈന്യത നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അല്പനേരം നിന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ മുറിയിലെ ലൈറ്റ് കിടത്തി. കട്ടിലിന്റെ അങ്ങേ വശം അവന്റെ ഭാരത്താൽ ഞെരുങ്ങിയപ്പോ അവൾ സന്തോഷത്തോടെ അവന്റെ നേരെ തിരിഞ്ഞു. വഴിയിൽ നിന്നുമുള്ള വെളിച്ചം മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തുന്നുണ്ട്. തൊട്ടടുത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന അവന്റെ രൂപത്തിലേക്ക് അവൾ സന്തോഷത്തോടെ നോക്കി. അനന്തേട്ട. മറുപടിയില്ല. അവൾ ഒന്ന് അവന്റെ തലയിൽ തോണ്ടി. അനന്തേട്ടോയ്. എന്താടി? അവന്റെ സ്വരത്തിലെ കനം തിരിച്ചറിഞ്ഞതും അവൾ അവന്റെ അടുത്തേക്ക് നിരങ്ങിച്ചെന്ന് കൈകൾ ഉയർത്തി തലയ്ക്ക് കീഴിലാക്കി വെച്ചുകൊണ്ട് അവന് നേരെ ചെരിഞ്ഞു കിടന്നു. അവളുടെ ഗന്ധവും അവൾ ഉപയോഗിക്കുന്ന ഡിയോഡറിന്റെ ഗന്ധവും കൂടിക്കലർന്ന് അവനെ പൊതിഞ്ഞു. ഫാനിന്റെ തണുത്ത കാറ്റേറ്റിട്ടും അവന്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. അനന്തേട്ടനെ എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? ഇരുട്ടിൽ നിന്നും വന്ന ചോദ്യം കേട്ടിട്ടും അവൻ മിണ്ടാതെ കിടന്നു. അവൾ അവന്റെ താടിയിൽ പിടിച്ച് മുഖം കുലുക്കി. പറയ അനന്തേട്ട. നിന്നെ അങ്ങനെ ഒരു കണ്ണിലൂടെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ വൈശു? കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ, കാണാൻ പറ്റില്ലെന്നില്ലല്ലോ. അതിനു മറുപടി ഉണ്ടായില്ല. അവൾ ഒന്നുകൂടി അവന്റെ അടുത്തേ കൊട്ടി. മുട്ടി ഉരുമിയുള്ള ആ കിടത്തം അവനെ അസ്വസ്ഥനാക്കി. നീ ഇതെങ്ങോട്ടായി കേറി വരുന്നേ? ഈ കട്ടില് ചെറുതല്ല അനന്തേട്ട, അറ്റത്ത് കിടന്നാലേ ഞാൻ താഴേക്ക് വീഴുന്നേ. അതല്ലേ ഞാൻ അപ്പുറത്ത് കിടക്കാന്ന് പറഞ്ഞത്. അതിനൊരു കരച്ചിലായിരുന്നു മറുപടി. ഇതെന്തിനാ ഇപ്പൊ നീ കരയുന്നേ? വേവലാതിയോടെ അവൻ അവളുടെ നേരെ തിരിഞ്ഞു. കിട്ടിയ അവസരം പാഴാക്കാതെ അവൾ കൈയെടുത്ത് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. എടി, എന്തിനാ കരയുന്നേന്ന്? അതിനും മറുപടി പറയാതെ അവൾ കരച്ചിൽ ഒന്നുകൂടി ശക്തമാക്കി. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൾ കാലും കൂടി എടുത്ത് അവന്റെ മേലേക്കിട്ടു. അപ്പുറത്തേക്ക് പോവോ? തേങ്ങിക്കൊണ്ടായിരുന്നു ചോദ്യം. ഇല്ല. വീർപ്പ് മുട്ടലോടൊരു മറുപടി വന്നു. തന്റെ ശരീരം അവനിലേക്ക് ഉരച്ചു ചേർത്തുകൊണ്ട് അവൾ ചിരിയടക്കി. ഒരാഴ്ചക്കുള്ളിൽ നിന്നെ കൊണ്ട് ഞാൻ എന്റെ ആദ്യ രാത്രി നടത്തിയെടുക്കൂടാ അനന്തൂട്ടാ. മനസ്സിൽ പ്രതിജ്ഞ എടുത്തും കൊണ്ട് അവൾ അവന്റെ കഴുത്തിനടിയിലേക്ക് മുഖം അമർത്തി. വാതിലാരോ തല്ലി വിളിക്കുന്നതും കേട്ടുകൊണ്ടാണ് ദേവനന്ദൻ കണ്ണുകൾ തുറന്നത്. ഉറക്കച്ചടവോടെ അവൻ കട്ടിൽ എഴുന്നേറ്റിരുന്ന് കോട്ടുവായിട്ടു. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ദേവാ, ഒന്ന് എഴുന്നേറ്റേ. അമ്മയാണല്ലോ വിളിക്കുന്നേ. പതിവില്ലാത്തൊരു പരിഭ്രമമുണ്ട് ആ ശബ്ദത്തില്. അവൻ മുണ്ട് വാരിച്ചുറ്റി എഴുന്നേറ്റ് വാതിൽ തുറന്നു. വാതിലിന് മുന്നിൽ നിന്നിരുന്ന അമ്മയുടെയും നീലുവിന്റെയും മുഖത്തെ പരിഭ്രമവും പേടിയും കണ്ട് ദേവന്റെ മുഖം ചുളിഞ്ഞു. എത്ര നേരമായി ദേവാ വിളിക്കുന്നു? നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് വന്നോ? വാതിൽ തുറന്നപാടെ വിലാസിനിയമ്മ ഒച്ചയിട്ടു. ഫോൺ സൈലന്റ് ആയിരുന്നമ്മേ. എന്താ രണ്ടാളുടെയും മുഖം വല്ലാതിരിക്കുന്നേ? ഏട്ടാ, അത് നമ്മുടെ നാരായണൻ നമ്പൂതിരി മരിച്ചു. ശ്രീജിത്ത് കൊന്നതാണെന്നാ പറയുന്നേ. നീലുവിന്റെ വാക്കുകൾ ഒരിടുത്തി പോലെയാണ് അവന്റെ കാതുകളിൽ പതിച്ചത്. കേട്ട വാർത്തയുടെ ആഘാതത്തിൽ അവൻ വാതിൽപ്പടിയിലേക്ക് ചാരിപ്പോയി. നീ ഇതെന്തോന്ന് പറയുന്നേ? ശ്രീജിത്ത് അവന്റെ അച്ഛനെ കൊന്നെന്നോ? അതേടാ. വിലാസിനിയമ്മ മുറിക്കകത്തേക്ക് കയറി കട്ടിലേക്ക് ഇരുന്നു. നീലിമ ഏട്ടന്റെ കൈയും പിടിച്ച് അവിടെ തന്നെ നിന്നതേയുള്ളൂ. ആ തൃക്കോട്ടെ കൃഷ്ണൻ കണ്ടെന്നാ പറയുന്നേ. അയാൾ ഇന്നലെ രാത്രി കുന്നുമേലെ ഉത്സവത്തിന്റെ എന്തോ കാര്യം സംസാരിക്കാൻ ചെന്നതാത്രേ. അപ്പൊ അച്ഛനും മോനും തമ്മിൽ വീടിനകത്ത് ഭയങ്കര വഴക്ക്. അത് കേട്ട് കയറാൻ നിൽക്കാതെ അയാൾ തിരിച്ചു പോന്നെന്ന്. അവൻ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയെന്നോ? ഹേയ്, ചുമ്മാ അസംബന്ധം. കേട്ടത് വിശ്വസിക്കാത്ത മട്ടിൽ അവനൊന്ന് ചിരിച്ചു. അതേട്ടാ, ശ്രീജിത്തേട്ടനെ ഇപ്പൊ കാണാനുമില്ല. അച്ഛനെ കൊന്നിട്ട് എങ്ങോട്ട് ഓടിപ്പോയെന്നാ പറയുന്നേ. കൊയ്യാരത്ത് നിറയെ പോലീസും നാട്ടുകാരും ഒക്കെ ഉണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞേ? വിശ്വട്ടൻ ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കാതിരുന്നോണ്ട് എന്നെ വിളിച്ചതാ. എടാ, നീ അത്രയിടം വരെ ഒന്ന് പോയിട്ട് വായോ. കേട്ടിട്ട് ഒരു സമാധാനവും ഇല്ല. കുറെ നാളായിട്ട് നാട്ടില് ദുരന്തങ്ങളൊന്നും ഇല്ലാതിരുന്നതാ. ഒരു ദീർഘനിശ്വാസത്തോടെ വിലാസിനിയമ്മ എഴുന്നേറ്റപ്പോ ദേവൻ ധൃതി പിടിച്ച് ബാത്റൂമിലേക്ക് കയറി. ദേവൻ ചെല്ലുമ്പോ കൊയ്യാരത്ത് വീട്ടുമുറ്റത്ത് നിറയെ പോലീസുകാരായിരുന്നു. മീഡിയക്കാരും നാട്ടുകാരും ഗേറ്റിന് വെളിയിൽ തടിച്ചുകൂടി നിൽപ്പുണ്ട്. കരുണേട്ടനും കേശവന്മാരും വാസുപിള്ളയും ജാഫ്രിക്കയും ഒക്കെയുണ്ട് ആ കൂട്ടത്തിൽ. തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്ന വിശ്വന്റെ അടുത്തേക്കാണ് ദേവൻ ചെന്നത്. അവന്റെ കൂടെ 2-3 പാർട്ടിക്കാരും നിൽപ്പുണ്ട്. എതിർ പാർട്ടിയിൽപ്പെട്ടവരും മറ്റൊരു സംഘമായി അല്പം അകലെ തമ്പടിച്ചിട്ടുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അടുത്തേക്ക് വന്ന ദേവൻ ചോദിച്ചത് കേട്ട് വിശ്വൻ അവനെ കനപ്പിച്ചു നോക്കി. എവിടെയായിരുന്നടാ ഇത്രയും നേരം? എത്ര നേരമായി വിളിക്കുന്നു? മൊബൈല് സൈലന്റ് ആയിരുന്നടാ.
ഈ ശ്രീജിത്തിനെ കാണാനില്ലെന്ന് പറയുന്നത് നേരാണോ? പ്രശ്നമാണ്. എന്ന് വെച്ചാല് മനസ്സിലാവാത്തതുപോലെ ദേവൻ വിശ്വനെ നോക്കി. ആ കൃഷ്ണേട്ടൻ ആ സാക്ഷി. SHO ഹരിഹരൻ സാറും DYSP രഞ്ജിത്ത് സാറും ഒക്കെ വന്നിട്ടുണ്ട്. എടാ ജിത്ത് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്കറിഞ്ഞൂടെ? നമുക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതുണ്ടോ? അവരച്ഛനും മകനും തമ്മിൽ അടികൂടുന്നത് നേരിട്ട് കണ്ടുവന്ന കൃഷ്ണേട്ടന്റെ മൊഴി. ചുമ്മാ. എന്നിട്ട് അങ്ങേരെവിടെ? അങ്ങേര് വീടിനകത്തുണ്ട് പോലീസുകാർക്കൊപ്പം. അവര് തമ്മിൽ എന്ത് കാര്യത്തിൽ അടികൂടിയെന്നാ ഈ പറയുന്നേ? കാരണം വേറൊന്നുമല്ല, ആര്യകത്തെ ആ കാവ് തന്നെ പ്രശ്നം. ദേവന്റെ മുഖം ചുളിഞ്ഞു. അവൻ ആശങ്കയോടെ വിശ്വനെ നോക്കി. പണ്ടു തൊട്ട കാവൊരു പ്രശ്നമാണല്ലേ? കണ്ടം കോളനിയിലെ സുധീഷിന്റെ വകയായിരുന്നു ആ ചോദ്യം. അവന്റെ കൂട്ടത്തിലുള്ള പ്രദീപ് ആ സംസാരത്തിൽ പങ്കെടുക്കാതെ നിന്നതേയുള്ളൂ. കാവല്ല പ്രശ്നം സുധീഷേ, ആ കാവിലെ വിഗ്രഹത്തിന് കീഴിലെ പണ്ട് ആര്യകത്തെ ഒരു സ്ത്രീയെ ആവാഹിച്ചു കുടിയിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന രത്നമാണ് പ്രശ്നം. വിശ്വൻ അക്കാര്യം വിശദീകരിക്കുമ്പോ ദേവൻ മതിലിന് മുകളിൽ കൂടി കൊയ്യാരത്തെ പറമ്പിലേക്ക് എത്തി നോക്കുകയായിരുന്നു. ആ കഥ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പണ്ട് നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റൂ? അതും നമ്മുടെ ഈ നാട്ടില്? സുധീഷിന്റെ ചോദ്യം കേട്ട ദേവൻ അവന് നേരെ തിരിഞ്ഞു. യുക്തിവാദങ്ങൾക്ക് നിരക്കാത്തതാണെങ്കിലും ആര്യകത്ത് തലമുറകളായി നടന്നിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആ കാവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാ പഴമക്കാര് പറയുന്നത്. ആ തറവാട്ടിൽ തന്നെ പണ്ട് ജീവിച്ചിരുന്ന ഏതൊരു സ്ത്രീയല്ലേ അമ്മയായിട്ട് അവിടെ കുടിയിരുത്തിട്ടുള്ളത്? അതെ. കുഞ്ഞായിരുന്നപ്പോ എപ്പോഴോ അച്ചമ്മ പറഞ്ഞു കേട്ടുള്ള ഒരു ഓർമ്മയുള്ളൂ. യഥാർത്ഥത്തിൽ എന്താ സംഭവം? അത്രയും നേരം മിണ്ടാതിരുന്ന പ്രദീപിന്റെ ചോദ്യത്തിന് ദേവൻ മറുപടി പറയാനൊരുങ്ങുമ്പോ വീടിനകത്തുനിന്നും ഇറങ്ങി വന്ന SHOയെ കണ്ട വിശ്വൻ ഗേറ്റിനരികിലേക്ക് നടന്നു. അവന്റെ പിന്നാലെ പോകാൻ തുനിഞ്ഞ ദേവനെ സുധീഷ് പിടിച്ചു നിർത്തി. അവൻ പോയി ചോദിച്ചിട്ട് വരട്ടെ, നീ ഇതൊന്നു പറഞ്ഞേ. സുധീഷിന്റെ ആ നിർബന്ധത്തിൽ ദേവൻ റോഡരികിലേക്ക് അല്പം കൂടി ഒതുങ്ങി നിന്നു. അവൻ പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹത്തോടെ സുധീഷും പ്രദീപും അവനൊപ്പം കൂടി. അത് ഏകദേശം ഒരു 100-150 വർഷങ്ങൾക്ക് മുന്നേ എങ്ങോ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. അനന്തന്റെ തറവാട്ടിലെ പണ്ട് സുന്ദരി ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അന്ന് അവിടെ പുറം പണിക്ക് നിന്നിരുന്നവരുടെ കൂട്ടത്തില് ഈഴവരായ ഒരു ചേട്ടനും അനിയനുണ്ടായിരുന്നു. അന്നത്തെ ആ കാലത്ത് ജാതിയോ ഐത്തമൊക്കെ നിലനിന്നിരുന്നെങ്കിലും ഈ പെൺകുട്ടി പൊതുവെ എല്ലാവരോടും സ്നേഹമുള്ളൊരു തരക്കാരിയായിരുന്നു. തന്റെ ഏകദേശം അതേ പ്രായമുള്ള ആ ചേട്ടനും അനിയനും പണിയെടുക്കുന്നതൊക്കെ നോക്കി അവരെന്നും നിൽക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ആ ചേട്ടനും അനിയനും കൂടി എന്തോ പറഞ്ഞ് ചിരിച്ചത് കണ്ട ആ പെൺകുട്ടി കരുതി അവർ തന്നെ കളിയാക്കുകയാണെന്ന്. പുള്ളിക്കാരി അത് അവരോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. അവർ തന്നെ കളിയാക്കുകയായിരുന്നില്ലെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി പിന്നീട് അവരുമായി ചങ്ങാത്തത്തിലായി. അത് പ്രശ്നമായി കാണും അല്ലേ? സുധീഷിന്റെ വകയായിരുന്നു ചോദ്യം. അതെ, അന്നത്തെ കാലത്ത് തറവാട്ടിലൊരു പെൺകുട്ടി കീഴ്ജാതിക്കാരോട് അടുത്ത് പെരുമാറുന്നത് അനുവദനീയമായിരുന്നില്ല. ഒരിക്കൽ കുളക്കടവിൽ വെച്ച് ഇവരെ ഒരുമിച്ച് കണ്ട തറവാട്ടിലെ കാർന്നവരെ ആ പെൺകുട്ടിയെ കാര്യം പോലും ചോദിക്കാതെ നിഷ്കരണങ്ങ് കൊന്നുകളഞ്ഞു. ആ ചേട്ടനും അനിയനും എന്ത് സംഭവിച്ചു? അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കാടിനോട് ചേർന്നുള്ള വലിയൊരു ആൽമരത്തിൽ കയറി ഒളിച്ചിരുന്നു. 3-4 ദിവസം അവിടെ ഇരുന്ന് ഒടുവിൽ തളർന്ന ചേട്ടൻ മരത്തിന് മുകളിൽ നിന്ന് താഴെ വീണു. മരിക്കാറായ അയാളെ ആര്യകത്തുള്ളവര് കൊന്നുകളഞ്ഞു. അനിയൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് തറവാട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. തീപ്പൊള്ളൽ ഏൽക്കുകയും തറവാട്ടിന് തീ പിടിക്കുകയും എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോ അവർ കൊന്നുകളഞ്ഞ തമ്പുരാട്ടിയും ആ ചേട്ടനുമാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. പരിഹാരക്രിയകളൊക്കെ പലതും ചെയ്തെങ്കിലും ഒന്നും അങ്ങ് ശരിയായില്ല. അവസാനം അവരെ ആവാഹിച്ച് തറവാട്ടിൽ കുടിയിരുത്താൻ നോക്കി. പക്ഷെ തെറ്റൊന്നും ചെയ്യാത്ത തന്നെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ തറവാട്ടിൽ നിൽക്കാൻ ആ പെൺകുട്ടിയുടെ ആത്മാവിന് സമ്മതമായില്ല. ഒടുവിൽ ഒരുപാട് പൂജകൾക്ക് ശേഷം തറവാടിനോട് ചേർന്നുള്ള കാവിൽ അമ്മയായി സങ്കല്പിച്ച് അവിടെ ഇരിക്കാമെന്ന് സമ്മതിച്ചു. അന്ന് ആ പെൺകുട്ടി ഏറെ മോഹിച്ചിരുന്ന അമൂല്യമായൊരു രത്നം തറവാട്ടിലുണ്ടായിരുന്നു. ആ രത്നത്തിൽ തന്നെ ആവാഹിച്ചിരുത്തണമെന്നാണ് ആ പെൺകുട്ടിയുടെ ആത്മാവ് അറിയിച്ചത്. അതിൻ പ്രകാരം ആ രത്നത്തിൽ ആവാഹിച്ച് അമ്മയായി ആ പെൺകുട്ടിയെയാണ് കാവിൽ കുടിയിരുത്തിയിട്ടുള്ളത്. ദേവ, അത് നമ്മുടെ അനന്തന്റെ വീട്ടിനോട് ചേർന്നുള്ള ആ കാവല്ലേ? സുധീഷിന്റെ ചോദ്യത്തിന് ദേവൻ തല കുലുക്കി. അതെ, അന്ന് അതെല്ലാം ഒരു പറമ്പായിരുന്നു. പിന്നീട് അനന്തന്റെ അച്ഛന്റെ കാലമായപ്പോഴാ അവരത് 3ആയിട്ട് ഭാഗം വെച്ചത്. അപ്പോ അവന്റെ വെല്ലിച്ചന്റെ വീട്ടിനോട് ചേർന്ന് ഒരു അമ്പലം ഉണ്ടല്ലോ, അതേതാ? അതാ ചേട്ടന്റെ ആത്മാവിനെ കുടിയിരുത്തിയിരിക്കുന്നതാ. അന്ന് കാവിൽ തന്നെ ആ ആത്മാവിനെ ഇരുത്താൻ നോക്കിയെങ്കിലും ആ തറവാടിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവസാനം പരദേവതയായി സങ്കല്പിച്ച് അവരുടെ തറവാട്ടിൽ തന്നെ ചെറിയൊരു ക്ഷേത്രം കെട്ടി അവിടെ കുടിയിരുത്തി. അതാ ആ ക്ഷേത്രം. പക്ഷെ അന്ന് ചെയ്ത പാപത്തിന്റെ ഫലമെപ്പോഴും ആ തറവാട്ടിൽ നിന്നും മാറിയിട്ടില്ലെന്നാ പറയുന്നേ. ഇപ്പോഴും അവിടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ ദുരിതം അനുഭവിക്കാറുണ്ട്.
അപ്പോ ബിസിനസ്സൊക്കെ തകർന്ന് അനന്തന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് ആ കാവിന്റെ ദോഷം കൊണ്ടാണെന്ന് പറയുന്നത് ശരിയായിരിക്കുമല്ലേ? ചോദിച്ചും കൊണ്ട് പ്രദീപ് ആകാംക്ഷയോടെ ദേവനെ നോക്കി. ഹാവോ, അറിയില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ ദേവൻ മതിലിലേക്ക് ചാരി. അന്ന് തറവാടും സ്വത്തുക്കളും ഒക്കെ ഭാഗം വെച്ചപ്പോ അനന്തന്റെ അച്ഛന് കിട്ടിയത് സിനിമാ തിയേറ്ററും പട്ടണത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സും ആയിരുന്നല്ലോ. അതിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനമൊന്നും കിട്ടാതെ വന്നപ്പോഴാ അവരതൊക്കെ കൊടുത്തിട്ട് കാടിനോട് ചേർന്നുള്ള തോട്ടം വാങ്ങി അവിടെ റിസോർട്ട് പണിതത്. അതിനോട് ചേർന്ന് പുതിയൊരു വീടും വെച്ചു. നല്ലൊരു ലാഭത്തിലേക്ക് എത്താൻ തുടങ്ങിയതായിരുന്നു അത്. ആ ഇടയ്ക്കാണ് വല്യച്ഛനും അപ്പച്ചിയുമായിട്ട് അവന്റെ അച്ഛൻ തെറ്റിയതും. അതിന് പിന്നിലെ കാരണം എന്താണെന്നത് അവനും അറിയില്ലെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീടെന്തോ റിസോർട്ടിലേക്ക് ആളുകൾ വരാതെയായി. അവിടെ നിന്നുമായിരുന്നു തകർച്ചകളൊക്കെ തുടങ്ങിയത്. ബിസിനസ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോ പെരുകിയ കടങ്ങൾ അവന്റെയും ഗൗരിക്കുട്ടിയുടെയും ചുമലിലാക്കിയിട്ട് അന്ന് അവന്റെ അച്ഛനും അമ്മയും പുതിയതായി കിട്ടിയ വീട്ടിലെ ആ മുറിയിൽ ഒരു സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചത്. ദേവന്റെ വാക്കുകളിലെ ഭാരം ഏറ്റെടുത്തതുപോലെ സുധീഷിന്റെയും പ്രദീപിന്റെയും മുഖങ്ങൾ വിവർണമായി. പിന്നീട് ആ പുതിയ വീടും സ്ഥലവും റിസോർട്ടും ഒക്കെ വിറ്റ് കടങ്ങളൊക്കെ ഏറെ തീർത്തിട്ട അവർ രണ്ടും അമ്മമ്മയെയും കൂട്ടി കാവിനോട് ചേർന്നുള്ള വീട്ടിലേക്ക് മാറിയത്. അത് അവരുടെ അച്ചമ്മയുടെ പേരിലുണ്ടായിരുന്ന വീടല്ലേ? അന്ന് അത് പൊളിച്ചു മാറ്റാതിരുന്ന് ഭാഗ്യമായി അല്ലേ? അതെ സുധി, അത് കഴിഞ്ഞ അനന്തനും ഗൗരിക്കും ജോലിയും കിട്ടിയത്. എന്താ അല്ലേ, കാണുമ്പോ ഒരു കുഴപ്പമില്ല. പക്ഷെ ജീവിതത്തിൽ അതുങ്ങൾ രണ്ടും അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് പോലും സങ്കടം വരും. ആ അമ്മമ്മ കൂടെ ഉള്ളത് ഒരാശ്വാസമാ. പുള്ളിക്കാരി നല്ല ബോൾഡാ. അതെ അതെ. ഇടയ്ക്ക് വല്ലപ്പോഴും കാണുമ്പോഴുള്ള അമ്മമ്മയുടെ സംസാര രീതികൾ ഓർത്ത് സുധീഷും മെല്ലെ ചിരിച്ചു. ഒരിക്കലാ തറവാട്ടിലെ ആരോ കാവിലെ രത്നമൊക്കെ എടുക്കാൻ ശ്രമിച്ചതല്ലേടാ? രത്നം എടുക്കാൻ ശ്രമിച്ചതാണോ അല്ലയോ എന്നറിയില്ല. അനന്തന്റെ അച്ചാച്ചന്റെ ജ്യേഷ്ഠനായിരുന്നു ആള്. അന്ന് പുള്ളിയുടെ മകൻ ഒരു അപകടത്തിൽ മരിക്കുകയും അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി. അയാൾക്ക് ഭ്രാന്തും പിടിച്ചു. അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് രത്നം എടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണെന്നൊരു സംസാരമുണ്ട്. ഹോ, ആ കാവ് ഇത്രക്കേറെ പ്രശ്നമാണോ? ആ പേടിക്കൊടലെ ഗൗരി എങ്ങനെ അതിനകത്ത് പോയി വിളക്ക് വെക്കുന്നോ എന്തോ? ആരോടൊന്നില്ലാതെ സുധീഷ് പിറുപിറുക്കുന്നതിനിടയിൽ വിശ്വൻ തിരികെ എത്തി. എന്താടാ? ദേവന്റെ ചോദ്യം കേട്ട് അവൻ നിരാശയോടെ തലകുലുക്കി. കാവിലെ രത്നമെടുക്കുന്നതിനെ ചൊല്ലിയ അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടായതെന്ന ആ കൃഷ്ണേട്ടന്റെ മൊഴി. രത്നം എടുക്കാൻ സഹായിച്ചില്ലെങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് വരെ അവൻ പറയുന്നത് കേട്ടുവെന്ന അങ്ങേര് പറയുന്നത്. എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ആരോ അവനെ കൊടുക്കാൻ ശ്രമിച്ചതാണോ എന്നൊരു തോന്നല്. ആവാം. പക്ഷെ കാവിലെ പൂജകളൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്നത് കൊയ്യാരത്തുള്ളവരാണല്ലോ. അതുകൊണ്ട് തന്നെ രത്നമെടുക്കാൻ അവൻ അച്ഛനെ നിർബന്ധിച്ചതാകാമെന്നാ പറയുന്നേ. ബലപ്രയോഗത്തിനിടയിൽ ശ്രീജിത്തിനൊരു കയ്യബദ്ധം പറ്റിയതാകാമെന്ന്. നിനക്ക് അങ്ങേരോട് പറയായിരുന്നില്ലേ അവൻ അത്രക്കാരനല്ല എന്ന്? ആ ഹരിഹരൻ സാറെ അതിങ്ങ് ഏതാണ്ട് ഉറപ്പിച്ചതുപോലെയാ. അവനെ കാണാതായതാ കൂടുതൽ പ്രശ്നം. അച്ഛനെ കൊന്നിട്ട് അവൻ കാട് കയറിയതാകുമെന്ന് അങ്ങേര് പറയുന്നത്. പോലീസ് നായയോ മറ്റോ കൊണ്ടുവരാനുള്ള പ്ലാനും ഉണ്ട്. വിശ്വ, നീ ആരെങ്കിലും ഒന്ന് വിളിക്ക്. നമ്മളൊന്നും ചെയ്യാതിരുന്നാല് ജിത്തിന് ഇവർ കൊടുക്കും. ദേവൻ പറഞ്ഞതിനെ ശരിവെച്ചും കൊണ്ട് വിശ്വൻ മൊബൈൽ എടുത്തു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു.